கேரள மாநிலம் கண்ணூரில் காங்கிரஸ் முன்னணி தலைவர் ராகுல் காந்தி பிரச்சாரம் மேற்கொண்டு வருகிறார். அந்த காட்சிகளை நாம் நேரலையில் பார்க்கலாம். വിവിധ ചരിത്രങ്ങൾ ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു. The BJP wants to impose one history, one nation, one language on the people of India. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേൽ ഒരു ചരിത്രവും ഒരു പാരമ്പര്യവും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാനാണ് ബിജെപി ആഗ്രഹിക്കുന്നത്. First of all, this is a fundamental misunderstanding of what India is. ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ്. How can you come to the people of Kerala or the people of Tamil Nadu or the people of Bengal and say there is going to be one language? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വന്ന് കേരളത്തിലെ ജനങ്ങളോട്, തമിഴ്നാട്ടിലെ ജനങ്ങളോട്, ബംഗാളിലെ ജനങ്ങളോട് പറയാൻ സാധിക്കുക ഇവിടെ ഒരേ ഒരു ഭാഷ മാത്രമേ മതിയാകൂ പാടുള്ളൂ എന്ന്? You're insulting every single citizen of Kerala. ഇവിടെ വന്ന് ഒരേ ഒരു ഭാഷ മാത്രമാണ് എന്ന് മാത്രം മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ഓരോ വ്യക്തിയെയും ഓരോ മലയാളിയെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. Malayalam is not just a simple language. മലയാളം എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായ ഒരു ഭാഷ മാത്രമല്ല. Inside Malayalam is hidden the history, the tragedy, the happiness, the sadness, the brilliance of the people of Kerala. മലയാളം എന്ന് പറയുന്നത് വെറും ഒരു ഭാഷയല്ല. മലയാളം എന്ന ഭാഷയ്ക്കുള്ളിൽ മലയാളിയുടെ ചരിത്രമുണ്ട്, മലയാളിയുടെ സ്നേഹമുണ്ട്, മലയാളിയുടെ സന്തോഷമുണ്ട്, മലയാളിയുടെ ദുരന്തങ്ങളുണ്ട്, മലയാളിയുടെ ദുഃഖങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് മലയാളം എന്ന ഭാഷ. The tears of joy that Malayali women feel when their children do well, but also the tears of sorrow when someone loses a brother. These are all transmitted in Malayalam. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സന്തോഷ കണ്ണുനീരുകൾ, നമ്മുടെ കുട്ടികളുമായും ഒക്കെ ബന്ധപ്പെട്ട സന്തോഷമുണ്ടാകുമ്പോൾ, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ കണ്ണുനീരുകൾ, ഇതെല്ലാം നമ്മൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് നമ്മുടെ മലയാളം എന്ന ഭാഷയിലൂടെയാണ്. If you remove Malayalam, how will a mother in Kerala explain the history of this great land to her children? നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു അമ്മ എങ്ങനെയാണ് ഈ കേരളത്തിന്റെ ചരിത്രം കുട്ടികളോട് വിശദീകരിച്ചു കൊടുക്കുക? How can she explain it in Hindi or in English? എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മയ്ക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുക? So this is what we are protecting. ഇതിനെയാണ് ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. Can you give me those flowers? Flowers, brother. Yeah, I want this. See, this is what India looks like. ശരിക്കും ഈ കയ്യിലിരിക്കുന്ന പൂച്ചെണ്ട് കണ്ടോ? ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനെ കാണുന്നത് പോലെയാണ് ഇന്ത്യ. This is also what Kerala looks like. കേരളവും ഇന്ത്യ മാത്രമല്ല, ആ പൂക്കളുള്ള ബൊക്കെ പോലെയാണ് കേരളവും. And this is also what every family in Kerala looks like. കേരളത്തിലെ ഓരോ കുടുംബവും ആ പൂച്ചെണ്ട് പോലെയാണ് ഇരിക്കുന്നത്. Every flower is unique. അതിലെ ഓരോ പൂവും വ്യത്യസ്തമാണ്, സവിശേഷതകൾ ഉള്ളതാണ്. Every flower has a different expression. ഓരോ ഫ്ലവറിനും ഓരോ പൂവിനും വ്യത്യസ്തമായ രീതികൾ, പ്രകാശന രീതികൾ. Every flower has a different beauty. ഓരോ പൂവിനും വ്യത്യസ്തമായ സൗന്ദര്യമാണുള്ളത്. And when you add all the flowers together, they become much more beautiful than the individual flowers. ഈ പൂക്കളെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും 10 മടങ്ങ് മനോഹരമായി മാറുകയാണ് ചെയ്യുന്നത്. Now imagine if I came to Kerala and I said, look, only white flowers can be in this bouquet. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ച് നോക്കുക, ഞാൻ കേരളത്തിൽ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ ബൊക്കയിൽ വെള്ള കളറിലുള്ള പൂക്കൾ മാത്രമേ പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? We will only have white flowers and the stems have to be 6 inches long. ഞാൻ നിങ്ങളോട് പറയുകയാണ് 6 ഇഞ്ച് നീളത്തിലെ ആ പൂവിന്റെ ചെണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ ഇതിൽ വെള്ള നിറത്തിലുള്ള പൂവുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. No leaves will be there, no thorns will be there. അവിടെ മുള്ളുണ്ടാവാൻ പാടില്ല, ഇല ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? That is what the BJP and RSS are trying to do.
അതാണ് ഈ രാജ്യത്ത് BJP RSSും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്. To Kerala, to Tamil Nadu, to Uttar Pradesh, to India. കേരളത്തോട്, തമിഴ്നാടിനോട്, ഉത്തർപ്രദേശിനോട്, ഈ രാജ്യത്തോട് മുഴുവൻ BJP RSS ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. Now, first of all, this is completely ignorant. Ignorant. First of all, this is completely ignorant. I'm not able to hear you. First of all, Yeah. this is a completely ignorant action. Yes. ഇതെന്ന് പറയുന്നത് ഈ രാജ്യത്തെ പറ്റി കൃത്യമായ ധാരണയില്ലാത്ത, അറിവില്ലാത്ത ഒരു ചിന്തയും പ്രവൃത്തിയുമാണ്. It shows they don't understand India. അത് മനസ്സിലാക്കുന്നത് അവർക്ക് ഇന്ത്യയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. And it shows they don't understand Kerala. അത് മനസ്സിലാക്കുന്നത് അവർക്ക് ഇന്ത്യയും കേരളത്തെയും മനസ്സിലാക്കാൻ BJPക്ക് RSSനും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. The Prime Minister recently went to Tamil Nadu. പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി അടുത്തിടെ തമിഴ്നാട്ടിലേക്ക് പോയി. Tamil Nadu has the most brilliant poets like Kerala does. തമിഴ്നാട്ടിൽ അതിമിടുക്കരായ പ്രഗത്ഭരായ കവികളുണ്ട്, കേരളത്തിലുള്ളതുപോലെ. Huge history, വലിയൊരു പാരമ്പര്യം, ചരിത്രം, huge tradition. വലിയൊരു മഹത്തായ പാരമ്പര്യം. Wars fought over there, people sacrificing their lives, all this stuff is going on. അവിടെ യുദ്ധങ്ങൾ നടന്നു, അനേകം പേർ അവരുടെ ജീവിതം ത്യാഗം ചെയ്തു. Prime Minister says, I like dosas. ഇതെല്ലാമുള്ള തമിഴ്നാട്ടിൽ പോയി പ്രധാനമന്ത്രി പറയുകയാണ്, എനിക്ക് ഇവിടുത്തെ ദോശ ഇഷ്ടമാണ്. Brother, I also like dosas. സഹോദര, എനിക്കും ദോശ ഇഷ്ടമാണ്. But please try and understand the history, the tradition, the language of the state also. പക്ഷേ ദോശ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദര, താങ്കൾ ആ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കൂ, ദയവ് ചെയ്ത്. And also realize that the dosa in Tamil Nadu is completely different than the dosa in Kerala. ദോശ, അത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, തമിഴ്നാട്ടിലെ ദോശയും കേരളത്തിലെ ദോശയും തികച്ചും വ്യത്യസ്തങ്ങളാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. And also understand that the dosa in Kerala is different than other dosas in Kerala. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, കേരളത്തിലെ ദോശ തമിഴ്നാട്ടിലെ ദോശയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തെ ദോശ മറ്റു സ്ഥലങ്ങളിലെ ദോശകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. And that is the genius of our country. ഈ പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിഭ, പ്രാഗൽഭ്യം. പ്രതിഭ എന്ന് പറയുന്നത് ഈ വ്യത്യസ്തതയാണ്. It is why our country is so great. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ഇത്രയും മഹത്തരമായത്. And you are trying to change this. ഈ വൈവിധ്യത്തെ, ഈ മഹത്വത്തെയാണ് നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. First of all, it can never be changed. പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയില്ല. So you are wasting your time. നിങ്ങൾ വെറുതെ സമയം കളയുകയാണ്. But most important, you are also wasting the energy of the Indian people. അത് മാത്രമല്ല, നിങ്ങൾ വെറുതെ സമയം കളയുക എന്ന് മാത്രമല്ല, ഇന്ത്യക്കാരുടെ, ഇന്ത്യയിലെ ജനങ്ങളുടെ ഊർജം കൂടി നിങ്ങൾ ഇല്ലാതാക്കി കളയുകയാണ്. You are creating disharmony. ഈ രാജ്യത്ത് സ്വരച്ചേർച്ചയില്ലായ്മ, അപസ്വരം, പൊരുത്തക്കേട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. And this disharmony is harming millions and millions of people. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ രാജ്യത്ത് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊരുത്തക്കേട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. The Prime Minister demonetized the Indian currency. ഇന്ത്യയിലെ നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രി ഇവിടെ നോട്ടു നിരോധനം ഈ രാജ്യത്ത് നടപ്പിലാക്കി. Just now I was looking in the crowd, there is a person there selling snacks. അവിടെ ഒരു വ്യക്തി അവിടെ ഉണ്ട്, അവിടെ ഒരാൾ ഇരിക്കുന്നത് ഞാൻ നോക്കുകയാണ്, അവിടെ നിൽക്കുന്നേ. Did the Prime Minister think about that man when he demonetized the currency? അദ്ദേഹം നോട്ടു നിരോധനം നടപ്പിലാക്കിയപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിരുന്നോ? Did he think what would happen to him when he did demonetization? നോട്ടു നിരോധനം നടപ്പിലാക്കിയപ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്ന് പ്രധാനമന്ത്രി ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? Did he ask farmers in India, laborers in India, what would happen if you demonetize the currency? ഇന്ത്യയിലെ കർഷകരോട്, തൊഴിലാളികളോട് ഈ രാജ്യത്ത് നോട്ടു നിരോധനം നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കും എന്ന് പ്രധാനമന്ത്രി ചോദിച്ചിട്ടുണ്ടോ? When COVID was striking India, people were dying. Lakhs of people were dying in the hospitals, dying outside the hospitals. No ventilators, no oxygen. The Prime Minister says, "Thali bajao." നിങ്ങൾക്കറിയോ, കോവിഡ് വന്ന് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെന്റിലേറ്റേഴ്സ് ഇല്ലായിരുന്നു, ശ്വാസം കിട്ടാതെ മരിക്കുകയായിരുന്നു, ആശുപത്രികൾ കവിഞ്ഞു നിറയുകയായിരുന്നു. ആ സമയത്ത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്താ ജനങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ കൈകൊട്ടിക്കോളൂ എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്.
The entire media is saying how brilliant the Prime Minister is. ഇത് കേട്ടിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മാധ്യമങ്ങളും പറയുകയാണ്, ഓ ഈ പ്രധാനമന്ത്രി എന്ത് മഹാനാണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത്. So because you don't understand India and because you take decisions without asking anybody, you are creating tremendous damage to this country. നിങ്ങൾക്ക് ഇന്ത്യയെ മനസ്സിലാകുന്നില്ല, അതുപോലെ മറ്റാരോടും ചോദിക്കാതെ നിങ്ങൾ ഇവിടെ രാജ്യത്തെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്തിന് വലിയ നാശമാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. I'll give you one example. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. For the first time in my life, I have experienced this. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് അനുഭവിച്ചത്. There is a fire burning in Manipur. അവിടെ മണിപ്പൂരിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഗ്നിയാണ്. മണിപ്പൂർ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. People are still dying. ഇപ്പോഴും അവിടെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. I went to Manipur ഞാൻ മണിപ്പൂരിൽ പോയി. and I went to see both the communities. ഞാൻ അവിടെ പോയി അവിടെ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് സമുദായത്തിലെ ആളുകളെയും കാണാൻ ഞാൻ മണിപ്പൂരിൽ പോയി. Meitei community, Kuki community. മെയ്തി സമുദായവും കുക്കി സമുദായവും. They are not talking to each other at all. നിങ്ങൾക്കറിയോ, അവർ രണ്ടുപേരും ഈ സമുദായത്തിൽപ്പെട്ട രണ്ട് മനുഷ്യരും ഇപ്പോൾ പരസ്പരം സംസാരിക്കുന്ന കൂടിയില്ല. No conversation between them. ഇവര് തമ്മിൽ യാതൊരു വിധത്തിലുള്ള സംഭാഷണങ്ങളുമില്ല. And the government over there is saying we have completely lost control. അവിടെയുള്ള ഗവൺമെന്റ് പറയാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യത്തിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് അവിടുത്തെ ഗവൺമെന്റ് പറയുകയാണ്. We do not know what to do. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. And the Prime Minister cannot even go and visit an Indian state. പ്രധാനമന്ത്രി ആ സംസ്ഥാനം, ഈ സാഹചര്യമുള്ള സംസ്ഥാനം ഒരിക്കൽ പോലും സന്ദർശിക്കുക കൂടി ചെയ്തിട്ടില്ല. He cannot even go there and talk to the people and say what is going on. അദ്ദേഹത്തിന് ഇതുവരെ അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ മനുഷ്യരോട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. Not one line in the national media. ദേശീയ മാധ്യമങ്ങളിൽ ഒരു വരി പോലും അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല. So wherever they go, they will divide people, make people fight with each other, create problems. എവിടെ അവർ പോയാലും അവിടെ പോയി അവിടുത്തെ മനുഷ്യരെ വിഭജിക്കും, മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സംഘർഷങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And the highest unemployment in 45 years is there in India today. ഇന്ന് നിങ്ങൾക്കറിയുമോ, ഈ രാജ്യത്ത് 45 വർഷങ്ങളിലുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. 22%, 22 people own more wealth than 50% of India's population. ഈ രാജ്യത്തെ 50% ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് ഈ രാജ്യത്തെ 22 മനുഷ്യരുടെ കയ്യിൽ ഇന്നുണ്ട്. 1 or 2 companies are there in every single business. രാജ്യത്തെ എല്ലാ വ്യവസായങ്ങളും 1-2 കമ്പനികളുടെ കയ്യിലാണ് ഇന്നുള്ളത്. And when our farmers ask for the proper price for their goods, the Prime Minister says, sorry, we are not going to give it to you. നമ്മുടെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമുള്ള കൃത്യമായ വില നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രധാനമന്ത്രി പറയുന്നു, ഇല്ല സഹോദരാ, എനിക്കത് ചെയ്യാൻ പറ്റില്ല. When rubber farmers demand fairness, please give us the right price, they are greeted with silence from both the CPM and the PM. അതുപോലെ തന്നെ റബ്ബർ കർഷകർ ഞങ്ങൾക്ക് ന്യായമായ വില തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മൗനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും CPM ഭാഗത്തു നിന്നും.